back to AM Foodcourt. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ചില്ലി ചീസ് സ്റ്റേക്ക് സാൻഡ്വിച്ച്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് ബീഫ്, ഇത് തിന്നായിട്ട് അരിഞ്ഞ ബീഫാണ്. പിന്നെ ഒണിയനും ബെൽ പേപ്പറും അരിഞ്ഞത്, ഗ്രീൻ ബെൽ പേപ്പർ, റെഡ് ബെൽ പേപ്പർ, ഓണിയൻ. പിന്നെ സാൻഡ്വിച്ചുള്ള ബ്രെഡ് ഇത്. പിന്നെ സാൾട്ട്, പെപ്പർ, ബട്ടർ, പിന്നെ ചീസ്, പ്രൊവലോൺ ചീസ്. ആദ്യം ഈ ബീഫ് കുക്ക് ചെയ്യണം, പാനിനകത്ത് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒണിയനും പെപ്പറും എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും കുക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. രണ്ടിൽ വെജിറ്റബിൾ കൂടി ഇടാം. അപ്പോൾ ഇതിന് ഞാൻ 2 ടീസ്പൂൺ സാൾട്ടും പെപ്പറും ഇട്ടു. ഈ വെജിറ്റബിളിൽ 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. മീറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ വെജിറ്റബിളും വഴന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ബൗളിലേക്ക് ഈ മീറ്റ് മാറ്റാമേ. അപ്പോൾ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഈ ബൗളിലേക്ക് മാറ്റുക. നമുക്ക് ചില്ലി ചീസ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. ഇത് ബണ്ണ്, ഇത് മീറ്റ് കുക്ക് ചെയ്ത്, വെജിറ്റബിൾ കുക്ക് ചെയ്ത്, ബട്ടർ, ഇത് ചീസ്. ഇനി നമുക്കിത് ഈ പാനിനകത്ത് ഇത് കുക്ക് ചെയ്യാം, റെഡിയാക്കി എടുക്കാം. ആദ്യം ഈ ബണ്ണ് ടോസ്റ്റ് ചെയ്യണം. ഇത് ഹോഗി ബണ്ണ്, ഈ ബണ്ണിൻ്റെ പേര് ഹോഗി ബണ്ണെന്നാണ്. ഇതിൽ ബട്ടർ തേച്ചിട്ട് പാനിനകത്ത് ടോസ്റ്റ് ചെയ്യുക ആദ്യം. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് മീറ്റ് ഇടുക, ഒരു സാൻഡ്വിച്ചിനുള്ളത്. വെജിറ്റബിൾ ഇടുക, പിന്നെ ചീസ് വെക്കണം, 2 ചീസ്. ഈ ചീസിനകത്ത് ഈ മീറ്റിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്യുമ്പം ഈ ബണ്ണിനകത്തോട്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ചീസോടെ മെൽറ്റായി, മീറ്റിൻ്റെ മുകളിൽ മെൽറ്റായി. ഇതിന് നമുക്ക് ഈ ബണ്ണിനകത്തേക്ക് വെക്കാം. അപ്പോൾ ഇവിടെ ചില്ലി ചീസ് സ്റ്റേക്ക് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഡെലീഷ്യസ് ആയതും അമേരിക്കയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.